ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ റംസാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ നീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെയും നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ എല്ലാവർക്കും അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. ചിലർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ചിലർ വർക്കിൽ ബിസി ആയിരിക്കും, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ സ്ഥലവും നിന്ന് ക്ലീൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ദിവസം ഇപ്പോൾ ഞാൻ കർട്ടൻസൊക്കെ ക്ലീൻ ചെയ്യുന്നപ്പോൾ ബെഡ്റൂം ആ ഒരു മേക്ക് ഓവറിൻ്റെ ടൈമിൽ അതിൻ്റെ കേർട്ടൻ മാറ്റിയിട്ടുള്ളപ്പോൾ അതിൻ്റെ കേർട്ടൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ബാക്കി സ്പേസിലുള്ള കേർട്ടൻസൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കേർട്ടൻ മാറ്റാൻ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് ചെറിയ ചെറിയ ഏരിയാസ്, നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെറിയ ഏരിയാസും ഒരു കുറച്ച് ടൈം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ചെറിയ ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ വേറെ ആരും കുട്ടികളൊന്നും യൂസ് ചെയ്യാത്ത ആ ഒരു സ്പേസ് ആണല്ലോ, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ വേണം ആദ്യം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ റംസാൻ്റെ പ്രിപ്പറേഷനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഞാൻ നീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്സസറീസൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിന് DIY ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് വെജീസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നോ കോസ്റ്റിൽ എങ്ങനെ ഓർഗനൈസേഴ്സ് ചെയ്തെടുക്കാം, അതും ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്യാതെ എന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസേഷന് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കട്ടെ. ഫ്രിഡ്ജ് ഒന്ന് നീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറാണ് ആദ്യം ക്ലീൻ ചെയ്തെടുത്തത്. എന്നിട്ട് ഫിഷൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫിഷും പിന്നെ ഞാൻ നാളികേരം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ, തേങ്ങ സ്ലൈസ് ചെയ്തിട്ട് വെക്കലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേടായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല കേട്ടോ, ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ താഴെ ഫ്രിഡ്ജിൻ്റെത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീസറിൻ്റെ ഏരിയ ഇനി ഓണാക്കി ഇടാം. നെക്സ്റ്റ് വന്നിട്ട് താഴെ ഏരിയ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആക്സസറിയും കൂടെ ഒന്ന് റീഫിക്സ് ചെയ്യുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഓർഗനൈസും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ, ഇപ്പോഴാണ് വെജീസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെയാണ് ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ആ ഒരു മാറ്റ് കാര്യങ്ങളൊക്കെ DIY ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വാങ്ങിച്ചിട്ടുള്ള വെജീസും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലീഫി വെജീസൊക്കെ ഇല്ലേ, നമ്മുടെ പുതിനയില അതുപോലെ മല്ലിയില കാര്യങ്ങളൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള ലീവ്സൊക്കെ ആയത് കാരണം അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാനും പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ചധികം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കത് നല്ലോണം നീറ്റ്ലി ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് എയർ ഡ്രൈ കൂടി ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പം എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം, അത് പെട്ടെന്ന് കേടാവുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഞാൻ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ മല്ലിയിലൊക്കെ ഒന്ന് നീറ്റ്ലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ. അതപ്പോൾ വെജീസൊക്കെ വാഷ് ചെയ്തിട്ട് വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള മാറ്റൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് വന്നിട്ടുള്ള കമൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നോ കോസ്റ്റ് ഓർഗനൈസറിൻ്റെ DIY ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 6 മന്ത് ബിഫോർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതുവരെ കേട് വന്നിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഡീപ്പ് ക്ലീനിൻ്റെ ടൈമിൽ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കീറിപ്പോവുകയോ അല്ലെങ്കിൽ നനഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും പേപ്പർ ബാഗ്സൊക്കെ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നോക്കുക, ഒരു കുഴപ്പവും വരില്ല. അതങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാ ഞാനൊരു പേപ്പർ ബാഗ് വെച്ചിട്ട് നമുക്ക് വേണ്ട വിടത്തില്ല, ഹൈറ്റില്ലേ, അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ഡബിളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബേസിലേക്ക് ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ടൊരു ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പേപ്പർ ബാഗ് ആയതുകൊണ്ട് നമ്മുടെ വെജീസൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. പ്ലാസ്റ്റിക്കിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതാ ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ടൊമാറ്റോസ് ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനേക്കാളൊക്കെ ബെസ്റ്റാണ് ഈ ഒരു പേപ്പർ ബാഗ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് നോ കോസ്റ്റ് ഓർഗനൈസറിൻ്റെത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെയുള്ള കുക്കീസിൻ്റെ കാർഡ്ബോർഡ് ബോക്സൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബോക്സൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. കേക്ക് ബോക്സ് ഇതൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസില്ലേ, അത് ബേസിലേക്കും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേസ് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓപ്പൺ സൈഡില്ലേ, നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യുന്ന ആ പാക്കറ്റ് സൈഡ്, അതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മുടെ വെജീസൊക്കെ അതിലേക്ക് നീറ്റ്ലി ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ ലിഡ് ഒന്നാമത് അതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ഇങ്ങനെ വരുന്ന ലിഡായത് കാരണവും പിന്നെ ആ ഒരു എയർ പാസേജ് ഉള്ള ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോയ്സ്ചറൊന്നും അധികം ആ ഒരു ബോക്സിൽ നിൽക്കുകയും ചെയ്യില്ല. അത്യാവശ്യം അതിൻ്റെ മോയ്സ്ചർ അതിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ബോക്സാണത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് ടിഷ്യൂസൊക്കെ വെച്ചിട്ട് ഒരുപാട് വെജീസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ തേങ്ങ കൊത്തൊക്കെ ഇല്ലേ, നാളികേരം സ്ലൈസ് ചെയ്തത്, അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഇങ്ങനെയുള്ള വെജീസൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂസൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ടിഷ്യൂസിലേക്ക് അബ്സോർബ് ചെയ്യാനും അത് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാ ഞാനിതിലേക്ക് പുതിനയില അതുപോലെ മല്ലിയില രണ്ടും സ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ടൈറ്റ് ലിഡാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫിക്സിങ് വരുന്നത്, കോർണർ ഫിക്സിങ് ഒക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടിയിട്ടാണ് സ്റ്റോർ ചെയ്തെടുക്കാനുള്ളത്. സാധാരണ കേസിൽ ഞാൻ കറിവേപ്പില തണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ വെക്കൽ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഇത് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അതിലേക്കൊരു ടിഷ്യൂ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കറിവേപ്പിലയും കൂടെ സ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് നോ കോസ്റ്റ് ഓർഗനൈസറാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേപ്പർ ബാഗ് വെച്ചിട്ട്, അതുപോലെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട്, പിന്നെ ഇതുപോലെയുള്ള ഫ്രൂട്ട് കണ്ടെയ്നറില്ലേ, പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ പേപ്പർ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെയുള്ളൊരു പേപ്പർ ബാഗ് കിട്ടിയപ്പം അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കീസിൻ്റെ ബോക്സ് വെച്ച് ചെയ്ത പോലെ തന്നെ ഇതുപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡൊക്കെ ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഹാർഡായിട്ടുള്ള ബോക്സ് ആയത് കാരണം ഗ്ലൂ വെച്ചിട്ടല്ല, സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ വെജീസൊക്കെ സ്റ്റോർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത് പേപ്പർ ബാഗിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ഫ്രൂട്ട് കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഓർഗനൈസറാണ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെയും നമ്മൾ ആ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിഞ്ചറൊക്കെ അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റാക്കബിളാണ്, കുറച്ച് സ്പേസ് എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒരു ഷേപ്പിലൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നീറ്റ്ലി ഓർഗനൈസും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഓൺലൈൻ വാങ്ങാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീയൂസും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയുള്ള ആ ഒരു ബോക്സും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും റംസാൻ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവില്ലേ, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ക്ലറ്റർ ആവാത്ത ഏരിയാസ് നോക്കിയിട്ട് വേണം ആദ്യം ക്ലീൻ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഏരിയ പിന്നെയും ക്ലറ്ററായിട്ട് മാറുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ടൈം എടുത്തതിന് ശേഷം ആ ഒരു ടൈം ബേസ്ഡ് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.
ഇനി വരുന്ന വീഡിയോസിലായിട്ട് നമ്മൾ ഇൻഷാല്ല റംസാൻ്റെ ക്ലീനിങ്ങും പ്രിപ്പറേഷനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.